ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ബികോം 6th സെമിസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന മൊഡ്യൂളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതാണ്. നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു 10 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് എത്രമാത്രം കോസ്റ്റ് ആവും നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 10 അല്ല, അഡീഷണലായി ഒരു യൂണിറ്റ് കൂടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന അട്ടേട്ടായി അപ്പോൾ 11 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം നമുക്ക് എത്രമാത്രം കോസ്റ്റായി എന്ന് അസർട്ടൈൻ ചെയ്യാനാണ് നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവുന്ന കോസ്റ്റ് എത്ര, അതാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് വഴി നോക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ദ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നോക്കിയേ, നമുക്ക് ഔട്ട്പുട്ടിനകത്ത് വേരിയേഷൻ വന്നു അല്ലേ. ഒരു യൂണിറ്റോടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അവിടെ ഔട്ട്പുട്ട് വേരി ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു 10 യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അഡീഷണൽ ഒന്നുകൂടി ആകുമ്പോൾ 11 ആയി അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് അവിടെ വേരി ചെയ്തു, അതിനനുസരിച്ച് പ്രോഫിറ്റിലും വേരിയേഷൻ വന്നു. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടെക്നിക് ആൻഡ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു മാർജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക് മാത്രമാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വിത്ത് എനി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആർ ചാർജ് ടു പ്രൊഡക്ട്സ്. അപ്പോൾ നോക്കി, ഇതിൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഇതിനകത്ത് അസർട്ടൈൻ ചെയ്യുന്ന കോസ്റ്റിനെ എല്ലാം രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഇനി ഫിക്സഡ് കോസ്റ്റ് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് ആർ ഡയറക്റ്റ്ലി ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ റിട്ടേൺ ഓഫ് എ കൈൻഡ്സ് കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ ഇസ് ദി ഗൈഡിങ് ഫാക്ടർ. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം. അപ്പം ഇതാണ് ഗൈഡിങ് ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷനെയാണ്. ഇതുപോലെ തന്നെ ബിസിനസ്സിന് ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ ഒരു ടെക്നിക് മാത്രമാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുപോലെ ഇതിനെ കോസ്റ്റിൽ ഇവിടെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതുപോലെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എവിടെ ചാർജ് ചെയ്യുന്നു, കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ട് നിൽക്കുന്നു. കോൺട്രിബ്യൂഷനാണ് ഇവിടുത്തെ മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ഗൈഡിങ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അസംഷൻസ് ആണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ. നോക്കി, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ ആയിട്ട് വരുന്നത്. പിന്നെ നേരത്തെ ഞാൻ ഫീച്ചറിൽ പറഞ്ഞായിരുന്നു, ഫിക്സഡ് കോസ്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഫിക്സഡ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കണം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അസംഷനാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താണ്, ഫിക്സഡ് ആയിരിക്കും, പക്ഷേ ഫിക്സഡ് കോസ്റ്റിൻ്റെ വേരി ചെയ്തുകൊണ്ട് നിൽക്കും. അടുത്ത് നോക്കിയേ, വേരിയബിൾ കോസ്റ്റ് വേരി വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ വെറാസ് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ഫോർ ദ എൻറ്റയർ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ യൂണിറ്റ് എത്ര യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ യൂണിറ്റ് അല്ല വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്യും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എത്ര അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിഫറൻസ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡും ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യുന്നതും ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻ, പ്രോസസ് ഓർ
പ്രോഡക്ട്സ്. നോക്കി, അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെന്താണ്, നമുക്കൊരു പ്രൊഡക്ഷൻ നടക്കുമ്പം ഉണ്ടാകുന്ന വേരിയബിൾ ആയിക്കോട്ടെ ഫിക്സഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഓപ്പറേഷനോ പ്രോസസ്സിനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോ ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന, ഒരു ചാർജ് ചെയ്യുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഫുൾ കോസ്റ്റിംഗ് എന്നോ ടോട്ടൽ കോസ്റ്റിംഗ് എന്നോ വിളിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിനെ നമ്മളെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും ആ കോസ്റ്റിനെ എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അടുത്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് ആണ് കേട്ടോ ഇത്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. നോക്കി, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഒന്ന് മാറ്റുകയാണ്, മെത്തേഡ് മാറ്റുകയാണ്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ വേരി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണോ പ്രോപ്പർ പ്രൊഡക്ഷൻ അതിലൊരു ചേഞ്ചസ് വരുത്തിയാൽ അതിൽ അന്നേരം എന്താവും, കോസ്റ്റിലും ആ ചേഞ്ച് വരും. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഇനി ഇഫ് ദ ചേഞ്ച് ഇൻ ദ ആക്ടിവിറ്റി ഇൻക്രീസസ്, ഇപ്പം നമ്മൾ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്തു അത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും, അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റി ഡിക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ കുറച്ചും കൂടെ എളുപ്പമാവും. നിങ്ങൾക്ക് തന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഓർത്ത് വെക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ബാക്കിയെല്ലാം ഡിറൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയത്. സെയിൽസ് പ്ലസ് വേരിയബിൾ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പം ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഇത് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് ഓരോന്നും കാണുന്ന ഇക്വേഷൻസ് ആണ് താഴെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, സെയിൽസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതാണ് സെയിൽസ്, ശരിയല്ലേ? പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്, ഒന്നെങ്കിൽ പ്ലസ് കോൺട്രിബ്യൂഷൻ തരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് എന്താണ്, വേരിയബിൾ കോസ്റ്റ്. ഇത് മൂന്നും കൂട്ടുന്നതാണ് എന്തെന്ന് പറയാം, സെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വൽ ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിന്. ഓക്കെ, അതാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ എന്തെന്ന് വിളിക്കാം, കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷനാണ് ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലം കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. നമുക്ക് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കാണുന്നത് എന്നുള്ളൊരു ചെറിയൊരു സിമ്പിൾ പ്രോബ്ലമാണ്. നിങ്ങൾക്കൊരു 2 മാർക്സിനൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ്. ഇപ്പോൾ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റുമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 10 lakhs, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 6 lakh, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 3 lakh. ഇവിടെ ഡയറക്റ്റ് എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ട്. നമുക്ക് അല്ലാതെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 10 lakhs. ഓക്കെ, നമ്മളതിന് എന്ത് കുറയ്ക്കും, വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നു 6 lakh. അപ്പം നമുക്കൊരു 4 lakh കിട്ടും. അതിനെ വിളിക്കുന്ന പേരെന്താ, കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താണ്, കോൺട്രിബ്യൂഷനാണ്. അപ്പം നമ്മളോട് ഫസ്റ്റ് കോൺട്രിബ്യൂഷനാണ് കാണാൻ പറഞ്ഞത്, നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് അല്ലേ. അത് ഏതൊക്കെ കോസ്റ്റാണ്, മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട് ഫിക്സഡ് കോസ്റ്റും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റ് കുറച്ച്, കോൺട്രിബ്യൂഷൻ കണ്ടു, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് 3 lakh കുറച്ചപ്പോൾ നമുക്ക് 1 lakh കിട്ടി. അപ്പം ആ ബിസിനസ്സിൻ്റെ
പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ 1 lakh ആണല്ലേ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കോൺട്രിബ്യൂഷനും പ്രോഫിറ്റുമാണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര 4 lakh കിട്ടി. അതെങ്ങനെ കിട്ടിയത്? നമ്മൾ സെയിൽസ് 10 lakhs നിന്ന് വേരിയബിൾ കോസ്റ്റായ 6 lakh കുറച്ചു അല്ലേ. ഇനി കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്തു? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പം അതാണ് നമ്മളിവിടെ പ്രോഫിറ്റായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് 2 മാർക്സിന് പ്രതീക്ഷിക്കാവുന്നതാണ്.